ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും ഗ്യാസ് ഇല്ലേ, എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവും ഗ്യാസ്. അപ്പോൾ ഈ ഗ്യാസ് പൈപ്പ് കേട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ റെഗുലേറ്ററിൽ നിന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ സ്റ്റൗവിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ ഇത് റിമൂവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു പുതിയ പൈപ്പ് വാങ്ങിയിട്ടുണ്ട്. അത് 180 രൂപയായിട്ടോ ഈ പൈപ്പ്. അപ്പോൾ ഇത് എങ്ങനെ ഫിറ്റ് ചെയ്യാം, ഇത് എങ്ങനെയാണ് ഇതിലൂടെ ഈ റെഗുലേറ്ററിൽ നിന്ന് അഴിച്ചെടുക്കേണ്ടതും പുതിയ പൈപ്പ് ഫിറ്റ് ചെയ്യേണ്ടതും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ വലിച്ചപ്പോൾ ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് വേർപെട്ട് വന്നു. അപ്പോൾ ഇത് ലീക്കേജ് ഉണ്ട് എന്നുള്ള ഡൗട്ടിൽ ഞാൻ ടേപ്പൊക്കെ ചിറ്റിയതാണ് കേട്ടോ. ഇത്തരത്തിൽ ഈ റെഗുലേറ്ററിൽ നിന്ന് ഈ പൈപ്പിനെ വേർപിടിപ്പിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അതിനായിട്ട് ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്. നമ്മൾ ഇതിൽ വെള്ളമോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും മെഴുകോ അല്ലെങ്കിൽ എന്തെങ്കിലും എണ്ണയൊക്കെ ഉപയോഗിച്ചാലും നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. അതുപോലെ ഇത് വിടിയിപ്പിക്കാനും അതുപോലെ ഇത് പെട്ടെന്ന് നമുക്ക് ഫിറ്റ് ചെയ്യിപ്പിക്കാനും എങ്ങനെയാണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു മെഴുക് തിരിയിട്ട് ഒരു ക്യാൻഡിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തീപ്പെട്ടിയുണ്ട് കയ്യിൽ. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു സൂത്രം ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ വേർപിടിപ്പിക്കാം കേട്ടോ. ഇത് അമ്മമാർക്കും എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എല്ലായ്പ്പോഴും വീട്ടിൽ ആണുങ്ങൾ ഉണ്ടാവണമെന്ന് വരില്ല. ആണുങ്ങളാണെങ്കിൽ കുറച്ചും കൂടി ശക്തിയിൽ അതിനെ വേർപിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് ആണുങ്ങളുടെ കാര്യം പറയുന്നത് കേട്ടോ. ഇത് പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്കും തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരിക്കലും ഗ്യാസ് സിലിണ്ടർ അടുത്ത് വെച്ചിട്ട് ഇത് ചെയ്യാതിരിക്കുക. അടുത്ത വേറെ റൂമിൽ പോയിട്ട് ഇത് ചെയ്യുക കേട്ടോ. ഗ്യാസ് സിലിണ്ടർ അടുത്ത് വെച്ചുകൊണ്ട് ഒരിക്കലും ഈ ഒരു കാര്യം നിങ്ങൾ അനുകരിക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പൈപ്പിൻ്റെ ഭാഗം റെഗുലേറ്റർ കത്തിപ്പിടിക്കാതെ ഈ പൈപ്പ് മാത്രം ചൂടാക്കുക. ഓക്കെ, പൈപ്പിൻ്റെ ഈ ഭാഗം മാത്രം ചൂടാക്കണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഞാൻ ചൂടാക്കുന്നുണ്ട്. റെഗുലേറ്ററിൽ തീ പിടിക്കാതെ വേണം ഇത്തരത്തിൽ ചൂടാക്കാൻ. ചുറ്റും ഒന്ന് കറക്കി ചൂടാക്കുക. ഓക്കെ, അപ്പോൾ ഇത് റബ്ബർ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ചൂട് തട്ടിക്കഴിഞ്ഞാൽ ഇത് വികസിക്കും. അതുകൊണ്ട് എന്താണ്, നമുക്ക് ഈ റെഗുലേറ്ററിൽ നിന്ന് എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് നമുക്കിത് വേർപിടിപ്പിക്കാൻ സാധിക്കും. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇത്തരത്തിൽ കുറച്ച് ലൂസായിട്ടുണ്ട്. വേഗം ഞാൻ ചൂടാക്കിയിട്ട് നന്നായി ചൂടാക്കണം. ഈ റെഗുലേറ്റർ എത്രത്തോളം പോയിട്ടുണ്ട് അത്രത്തോളം ആ പൈപ്പിൻ്റെ ഭാഗം ചൂടാക്കണം കേട്ടോ. കാരണം ഈ പൈപ്പ് എന്തായാലും നമുക്ക് ആവശ്യമില്ല, ഇത് വേസ്റ്റാണ്. ഈ പൈപ്പ് എന്തായാലും കളയാനാണ്. അപ്പോൾ ഇത് ചൂടാക്കിയാൽ കരി പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഈ പൈപ്പ് എന്തായാലും ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ലീക്കേജൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ലീക്കേജ് വന്നു കഴിഞ്ഞാൽ തന്നെയാണ് ഈ പൈപ്പ് മാറ്റേണ്ട ആവശ്യം വരുന്നത്. ഓക്കെ, അപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വലിക്കുകയാണ്. ഓക്കെ, കണ്ടോ, സിമ്പിളായിട്ട് ദൂരി എടുത്തു. കണ്ടോ, ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചൂടായി കഴിഞ്ഞാൽ വേഗം വലിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത്തരത്തിൽ ലൂസാക്കാൻ പറ്റി. ഇനി നമ്മൾ ഇത് ഫിറ്റ് ചെയ്യേണ്ടത്, അതിന് നമുക്ക് ഈ മെഴുകുതിരിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഇതെങ്ങനെ പുതിയ പൈപ്പ്, ഇവിടെ ഞാൻ പുതിയ പൈപ്പ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്യാമറ കുറച്ച് തിരിഞ്ഞു കിട്ടോ, കാരണം ഈ ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് മെഴുകുതിരിൻ്റെ ആവശ്യമില്ല. മെഴുകുതിരി ഞാൻ താഴ്ത്ത് വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഈ പുതിയ പൈപ്പിലോട്ട് എങ്ങനെ ഈ റെഗുലേറ്റർ കണക്ട് ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കുറച്ച് നമ്മുടെ ഹാൻഡ് വാഷ്, ഓക്കെ, ഈ ഹാൻഡ് വാഷ് സോപ്പോ എന്തെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഇതിൽ കലത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വഴുവഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഞാൻ ഇതിൽ ചേർത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഹാൻഡ് വാഷ് ചേർത്തിയ ശേഷം ഒന്ന് കലക്കുക. ഓക്കെ, അപ്പോൾ വെള്ളം ചേർത്തിയാലും മതി. വെള്ളമാകുമ്പോൾ ഇത് ഉണങ്ങും. ഒരിക്കലും എണ്ണയോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും തീ പിടിക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക. ചുമ്മാ അങ്ങനെ വെറുതെ ഒന്ന് പുരട്ടുക കേട്ടോ. വെറുതെ ഒന്ന് പുരട്ടുക. ഇത്തരത്തിൽ വെറുതെ ഒന്ന് പുരട്ടിയ ശേഷം ഈ പൈപ്പിൻ്റെ ഈ ഭാഗം ഇത്തരത്തിൽ കയറ്റുക. ഓക്കെ, ഇത്തരത്തിൽ കയറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉള്ളിലേക്ക് പോകും. പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു എളുപ്പ മാർഗ്ഗമാണ്. ഓക്കെ, ഇത്തിരി വെള്ളം എന്തെങ്കിലും നനവുണ്ടെങ്കിൽ വേഗം അത് ഉള്ളിൽ കയറും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. കണ്ടോ, ഈ റെഗുലേറ്ററിൽ ഈ പൈപ്പ് നന്നായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ദ്രാവകം, അതായത് സോപ്പ് വെള്ളം അല്ലെങ്കിൽ ഹാൻഡ് വാഷിൻ്റെ ഈ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ ഇവിടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഈ ഒരു കണക്ഷനിലും ഇത്തരത്തിൽ തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്ത ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പൈപ്പിൻ്റെ ഈ ഒരു അഗ്രം, ഓക്കെ, അടുത്ത ഈ ഭാഗത്തിൽ ഒരു ചെറിയൊരു പൈപ്പ് അവർ പുതിയ പൈപ്പ് വാങ്ങുമ്പോൾ തന്നെ ഉള്ളതാണ്. അത് മാറ്റിയ ശേഷം ഇത്തരത്തിൽ നമുക്ക് ഫിറ്റ് ചെയ്യാം കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പെട്ടെന്ന് കയറിപ്പോകും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ സോപ്പ് വെള്ളം ഉപയോഗിക്കുന്നത് കേട്ടോ. സോപ്പ് വെള്ളം ഉപയോഗിച്ചാൽ അത് ഡ്രൈ ആയിട്ട് ഭാഗം ഉണങ്ങാൻ വലിയ സമയമൊന്നും വേണ്ട. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പൈപ്പ് ഫിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഫുള്ളായിട്ടുണ്ട് കേട്ടോ. ഇത്തരത്തിൽ നന്നായി പെട്ടെന്ന് തന്നെ വെള്ളം വെടിക്കുന്നതിൻ്റെ ഉള്ളിൽ, അതായത് വെള്ളം ഉണങ്ങുന്നതിൻ്റെ ഉള്ളിൽ തന്നെ പെട്ടെന്ന് കയറ്റണേ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ നിങ്ങൾക്കും ഈ ഒരു പൈപ്പ്
പെട്ടെന്ന് തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പൈപ്പ് കറക്കിയപ്പോൾ ഈ സംഭവമൊക്കെ ചുരുണ്ട് കൂടിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് പവർ എടുക്കേണ്ടി വന്നു, കാരണം അതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴേക്കും വെള്ളം ഉണങ്ങി, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് റെഗുലേറ്ററും അതുപോലെ തന്നെ പൈപ്പും എങ്ങനെ ഫിറ്റ് ചെയ്യാം, ഗ്യാസിൽ നിന്ന് എങ്ങനെ ഊരിയെടുക്കാം, ചൂടാക്കിയിട്ട് പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റും. റബ്ബറായതുകൊണ്ട് അത് വികസിക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് വിട്ടുപോരുന്നത്. ഓക്കെ, അപ്പോൾ ഒരിക്കലും ഗ്യാസ് സിലിണ്ടർ അടുത്ത് വെച്ചുകൊണ്ട് ചെയ്യാതിരിക്കുക, കാരണം ചൂടാക്കുമ്പോൾ ഇവിടെ നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഏതൊരു വീട്ടമ്മമാർക്കും അതുപോലെ വീട്ടിലുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്. ഇത്തരത്തിൽ കയറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉള്ളിലേക്ക് പോകും. പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു എളുപ്പ മാർഗ്ഗമാണ്. ഓക്കെ, ഇത്തിരി വെള്ളം എന്തെങ്കിലും നനവുണ്ടെങ്കിൽ വേഗം അത് ഉള്ളിൽ കയറും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, കണ്ടോ, ഈ റെഗുലേറ്ററിൽ ഈ പൈപ്പ് നന്നായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് കയറിപ്പോകും, അതുകൊണ്ടാണ് ഇത്തരത്തിൽ സോപ്പ് വെള്ളം ഉപയോഗിക്കുന്നത് കേട്ടോ. സോപ്പ് വെള്ളം ഉപയോഗിച്ചാൽ അത് ഡ്രൈ ആയിട്ട് ഭാഗം ഉണങ്ങാൻ വലിയ സമയമൊന്നും വേണ്ട. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഇത്തരത്തിൽ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പൈപ്പ് ഫിറ്റ് ചെയ്യാവുന്നതാണ്.